ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? കഴിഞ്ഞ പ്രാവശ്യം അതായത് നമ്മൾ ലാസ്റ്റ് വീഡിയോ ഒരു വിൻറ്റേജ് സപ്ലൈസ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്നറിയില്ല, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ ചെയ്യുക. അതുപോലെ ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടെ കൊടുത്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ കേട്ടോ. സോ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാം, അതിൻ്റെ പാർട്ട് 2 നമ്മൾ അപ്ലോഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം കുറച്ചും കൂടെ ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കാനുണ്ട്. അതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു വിൻറ്റേജ് കോഡ്സ്. അപ്പോൾ ആ കോഡ്സാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ഉണ്ടാക്കിയ ഐറ്റംസും ഈ കോഡ്സും ഒക്കെ വെച്ചിട്ട് ഒരു വിൻറ്റേജ് ചാനലും കൂടെ നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ വിൻറ്റേജ് തീം ആയതുകൊണ്ട് തന്നെ കോഡ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 കളേഴ്സാണ് എടുക്കുന്നത്: ബ്രൗൺ, ബ്ലാക്ക്, വൈറ്റ്. ആദ്യത്തെ ഇതുപോലെ ബ്രൗൺ കളർ ഷീറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു വിധത്തിലാണ് കേട്ടോ, കണ്ടില്ല, ഇങ്ങനെ കോളം വരച്ച് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. പെൻസിലോണ്ട് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബ്രൗൺ കളറിൽ നമ്മൾ ഈ ഒരു വിധത്തിലാണ് കോഡ്സ് എഴുതുന്നത്. കുറച്ച് കോഡ്സൊക്കെ ഇതാ ബ്ലാക്ക് ജെൽ പെൻ വെച്ചിട്ട് എഴുതിയെടുക്കുന്നുണ്ട്. പിന്നെ ഒന്നുമില്ല, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് കുഞ്ഞു കുഞ്ഞു പീസാക്കുക. അത് നമുക്ക് കോട്ടായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ബ്രൗൺ കളറിൽ വരുന്ന കോഡ്സ് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ബ്ലാക്ക് കളറിൽ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് വേണ്ട വിധത്തിൽ ചെയ്തെടുക്കാം. ഞാൻ സ്കെയിൽ വെച്ചിട്ട് ജസ്റ്റ് മെഷർമെൻറ്റ് ഇവിടെ വരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നമുക്ക് വേണ്ടതൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എഴുതുന്നുണ്ട്. മൈ ഡ്രീംസ് ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു കോഡ്സാണ് കേട്ടോ ഇതിൽ എഴുതുന്നത്. എഴുതിയതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എല്ലാം ഉള്ള സൈസിൽ, വേണ്ട സൈസിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. ഇവിടെ ബ്ലാക്കിൽ എഴുതാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സിൽവർ ഗ്ലിറ്റർ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വൈറ്റ് ആയിരിക്കും ഒന്നും കൂടെ ബെറ്റർ ആയിട്ടുണ്ടാവുക, കാരണം ഇത് ഗ്ലിറ്റർ പെൻ ആയതുകൊണ്ട് തന്നെ സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വൈറ്റ് പെൻ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ വൈറ്റ്നർ യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇപ്പോൾ രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് ഞാനിത് യൂസ് ചെയ്തത്. എന്തായാലും ബ്ലാക്കിൽ ഹൈലൈറ്റ് ചെയ്യുന്ന കളർ യൂസ് ചെയ്യുക, അതായിരിക്കും കൂടുതൽ ഭംഗിയുണ്ടാകും. അങ്ങനെ നമ്മൾ ബ്ലാക്കിലും കുറച്ച് പീസസ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തത് വൈറ്റ് പേപ്പറാണ്. അതിൽ ഞാൻ ബ്ലാക്ക് ജെൽ പെൻ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അതിലിതുപോലെ സെയിം മെത്തേഡ് തന്നെ കോഡ്സ് എഴുതി കൊടുക്കുക, വേണ്ട സൈസിൽ കട്ട് ചെയ്തിട്ടെടുക്കുക. അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ കോട്ട് ഉണ്ടാക്കുന്നത്. സെയിം മെത്തേഡിൽ തന്നെ ഈ 3 പേപ്പറാണ് വിൻറ്റേജ് തീമിൽ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ വാഷി ടേപ്സ്, അതുപോലെ സ്റ്റിക്കേഴ്സൊക്കെ ഉണ്ടാക്കുന്ന കുറച്ച് ഐറ്റംസ്, വേറെ കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കുന്നത് നമ്മൾ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർ എന്തായാലും പോയി കാണണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ജേർണൽ ചെയ്യാം. ഇത് നമ്മുടെ യെല്ലോ ജേർണലായിരുന്നു. അത് നമ്മളൊരു യെല്ലോ ജേർണൽ ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ ജേർണൽ സ്റ്റാർട്ട് ചെയ്യാം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ ഒരു വിൻറ്റേജ് ഫ്രെയിം, അതന്നെയല്ലേ, വിൻറ്റേജ് ഫ്രെയിം കേട്ടോ, അതൊന്ന് പേപ്പർ ഗ്ലൂ വെച്ചിട്ട് ആദ്യം തന്നെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പേപ്പർ ഗ്ലൂ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, നിങ്ങളുടെ കയ്യിലുള്ള ഏത് ഗ്ലൂ ആയാലും യൂസ് ചെയ്യാം കേട്ടോ. ഫെവിക്കോളോ ഫെവിഗമോ എന്താ പറയുക, ഡബിൾ സൈഡ് ടേപ്പോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നെക്സ്റ്റ് ഞാനതേ നമ്മൾ ഉണ്ടാക്കിയ ഫ്ലോറൽ സ്റ്റിക്കറില്ലേ, അതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അന്ന് ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിവിടെ സ്റ്റിക്കറാക്കിയിട്ട് കട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇതുപോലെ വെക്കുകയാണെന്ന്, ആവശ്യമുള്ളപ്പോൾ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വൈറ്റ് പോർഷന് വിട്ടിട്ട് വെട്ടാനാണ് ഉദ്ദേശിച്ചത്, പക്ഷേ മുകളിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. സോ ആ ശ്രമം അവിടെ ഉപേക്ഷിച്ചു. പിന്നെ വൈറ്റ് പോർഷനൊന്നും ഇല്ലാണ്ട് നോർമൽ ആ സർക്കിളിലൂടെ തന്നെ കട്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ വളർന്ന് കൊടുക്കുക. ഒരു പ്രാവശ്യം പറഞ്ഞതാണ്, എന്നാലും മറന്നിട്ടുണ്ടെങ്കിൽ ഓർമ്മിപ്പിച്ചു എന്നുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അങ്ങനെ സ്റ്റിക്കർ അവിടെ ഒട്ടിച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ വാഷി ടേപ്പ് ഉണ്ടല്ലോ, അത് ഞാനിങ്ങനെ ഒരു പീസ് കട്ട് ചെയ്തു. എന്നിട്ട് അതിനെ 2 പീസാക്കി കേട്ടോ. എന്നിട്ട് അതൊന്ന് താഴെ ഭാഗത്ത് ഇവിടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് മുകളിൽ ആ സ്റ്റിക്കറിൻ്റെ ഒരു സൈഡിലായിട്ട് പേപ്പർ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇപ്പോൾ ചെയ്തില്ലേ കോട്ട് ബ്രൗൺ കളറിൽ, ആ ഒരു ബ്രൗൺ കളറിൽ ഈ ഒരു കോട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് ഇങ്ങനെ ആ ഫ്രെയിമിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്താക്കിയിട്ട് പേപ്പർ ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചെടുത്തു. പിന്നെ ബ്ലാക്കിൽ എഴുതിയ ഒരു കോട്ട് എടുത്തു കേട്ടോ, പക്ഷേ അതിൽ പെൻസിലിൻ്റെ പാടുണ്ടാണ്, ഞാനത് മാറ്റിയിട്ട് വേറൊരു കോട്ട് എടുത്തു. ആ ബ്ലാക്കിൽ എഴുതിയത് തന്നെ അതും ഇതുപോലെ പേപ്പർ ഗ്ലൂ വെച്ചിട്ട് എവിടെ ഒട്ടിച്ചേ, താഴെ ഭാഗത്ത് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കോട്ട് കൊണ്ടൊരു കളിയായില്ലേ, കഴിഞ്ഞിട്ടില്ല, ഒന്നുകൂടെ ഉണ്ട്. ഇനി ബ്രൗണും ബ്ലാക്കും എടുത്ത സ്ഥിതിക്ക് വൈറ്റിനെ അങ്ങ് ചുമ്മാ വിടണ്ടല്ലോ, അപ്പോൾ വൈറ്റും കൂടെ ഒന്ന് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ മുകളിലും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടോ. പിന്നെ ഞാൻ ടീ ഡൈ ചെയ്ത് വെച്ച പേപ്പേഴ്സായിരുന്നു. അപ്പോൾ ഇതൊരു പഴയ 5th or 6th ഏതോ സ്റ്റാൻഡേർഡിലെ പഴയ ബുക്കാണ്. അത് ഞാൻ ടീ ഡേ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ടീ ഡേ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കാപ്പിപ്പൊടിയിൽ മുക്കിയിട്ട് ചെയ്യുമല്ലോ, അപ്പോൾ അതങ്ങനെ ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ കൈ വെച്ചിട്ട് കീറിയിട്ട് താഴെ കോർണറിൽ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതുപോലെ മുകളിൽ ഒരു കോർണറിലും കൂടെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
പിന്നെ ഗീവ് അവേൻ്റെ കാര്യം ഞാനിങ്ങനെ എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട്, വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾ മറന്നു പോയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഗീവ് അവേ നിങ്ങൾക്ക് വിന്നർ ആവണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതാണ് നമ്മുടെ ഗീവ് അവേൻ്റെ ഒരു റൂള്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പിന്നെ അതേ നമ്മൾ ഈ വാഷി ടേപ്പ്, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ വാഷി ടേപ്പാണ്. ജസ്റ്റ് ഒരു വൈറ്റിൽ ഗ്രിഡ് ലൈൻ വരുന്ന വാഷി ടേപ്പാണ്. അതിങ്ങനെ ഈ ബ്രൗൺ കോട്ടിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു മഷ്റൂം വാഷി ടേപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പീസ് ഇങ്ങനെ എടുക്കുന്നുണ്ട്. അപ്പം അതും ഒരു കുഞ്ഞ് പീസ് എടുത്തിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ, നമ്മളിങ്ങനെ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കി നമ്മൾ ജേണൽ ചെയ്യുമ്പോൾ ഭയങ്കര സാറ്റിസ്ഫിക്കേഷനാണ്. സത്യമാണ് കേട്ടോ, എന്തോ ഒരു സന്തോഷം. കാരണം നമ്മൾ പ്രിൻ്റ് എടുത്തിട്ടും അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അപ്പോഴും ഹാപ്പിയാണ്. ജേണലിംഗ് എന്ന് പറയുമ്പോൾ ഒരു മെൻ്റൽ സാറ്റിസ്ഫിക്കേഷൻ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ എന്നാലും നമ്മൾ ചെയ്ത സാധനം വെച്ചിട്ട് നമ്മളൊരു വർക്ക് ചെയ്തിട്ട് ലാസ്റ്റ് ഇങ്ങനെ കാണുമ്പം എന്തോ ഒരു അടിപൊളി ഫീലാണ്. പിന്നെ അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്, വാഷി ടേപ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞു. പിന്നെ ഒരു 3 ബട്ടൺസ് വിൻറ്റേജ് തീമിലല്ല കേട്ടോ, മീൻസ് ബ്രൗൺ കളർ വരുന്ന കുറച്ച് ബട്ടൺസ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ 3 ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട, അതായത് നമ്മുടെ വിൻറ്റേജ് ജേണൽ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യുക. ഓൾറെഡി പറഞ്ഞതാണ്, കുറേ പ്രാവശ്യം പറഞ്ഞ് മടുപ്പിക്കുന്നില്ല. എന്നാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ സപ്പോർട്ട് ചെയ്യുക.